ഇത് നമുക്ക് എന്താ വില? ഞാൻ 3,40. 3,40,000 രൂപ. അത് ഡീസലാണ്, നല്ല മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടി കേട്ടോ. 14 വണ്ടി. 3,40 നമുക്ക് എടുത്തോണ്ട് പോകാം. വില 5,4. 5,25,000 രൂപയ്ക്ക് 2019 VXi. അതെ, ഞാൻ ഇത് ചോദിക്കുന്നത് 5,80. 5,80,000 രൂപ. അപ്പോ റേറ്റ് എന്തെങ്കിലും കുറയാണ്ടാവോ? അങ്ങനെ കുറയാണ്ടോ. ഇതിന് ഞാൻ ചോദിക്കുന്നത് 3,15. 3,15 ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ടാക്സി വണ്ടി എടുക്കാം. അതും പേപ്പറൊക്കെ ഫിറ്റ് ആയിട്ടുള്ള വണ്ടി. പേപ്പറൊക്കെ ഫുള്ളാ. ഇതിന് ഞാൻ 6,45 രൂപ. 6,70,000 രൂപ. CNG ആണ്. 2023 വണ്ടിയാന്ന് അറിയിക്കണം. 6,70,000. പിന്നെ നമുക്ക് പക്ഷെ വില കുറച്ച് കൊടുക്കും നിങ്ങള്. ഇത് വില വളരെ കുറവല്ലോ ചോദിക്കണേ. ഡീസൽ അല്ലേ ഇത്? ഡീസൽ ഞാൻ 10,60. 10,60,000 രൂപയ്ക്ക് 2022 വണ്ടി അല്ലേ? ഒരുപാടധികം ആൾക്കാർ അന്വേഷിച്ചെടുക്കുന്ന ഒരു കാറ്റഗറി വണ്ടികളാണ് ശരിക്കും ടാക്സി വണ്ടികൾ അല്ലേ? ടാക്സി വണ്ടികൾ അത്യാവശ്യം മോഡൽ കൂടിയ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെ ഒരുപാടധികം ആൾക്കാർ അന്വേഷിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഊബറിലൊക്കെ അറ്റാച്ച് ചെയ്ത് ഓടാനും ഈ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് പറയുന്നത് കംപ്ലൈൻറ്റ് ഇല്ലാത്ത വണ്ടികൾ കേട്ടോ. ടാക്സിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഓട്ടോ ഓടി ഉണ്ടാവും. അപ്പോൾ നിലവിൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വണ്ടികളെല്ലാം തന്നെ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. ഒരു വണ്ടിക്ക് ഒരു കുറ്റവും പറയാനുണ്ടാവില്ല. അത്യാവശ്യം മോഡൽ കൂടി 24, 25, 26 വണ്ടികളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ മോഹൻസ് ചെയ്ത നമ്മുടെ കാർട്ടുണ്ടിലാണ് നിലവിൽ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഒരുവിധം വണ്ടികളൊക്കെ നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്ത് തരും. അതുപോലെ തന്നെ ക്വാളിറ്റിയാണ് മെയിനായിട്ട് പറഞ്ഞാൽ എടുത്തെടുത്ത് പറയുന്നത് ക്വാളിറ്റി തന്നെയാണ്. എല്ലാ വണ്ടിയും നല്ല അടിപൊളി കണ്ടീഷൻ തന്നെയാണുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ചധികം നല്ല വണ്ടികൾ, വൃത്തിയുള്ള വണ്ടികൾ കാണിച്ചു തരാം. മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നല്ല വണ്ടികൾ വേണ്ട ഈ അവസരം കളയണ്ട. അപ്പോൾ എന്തായാലും കാർട്ടുണ്ടിൽ എന്തൊക്കെയാണ് അവസ്ഥകൾ എന്നുള്ളത് നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം മുഴുവൻ ടാക്സി വണ്ടികളാണ്. ഒരുവിധം ഇവിടെയുള്ള എല്ലാ വണ്ടികളും ടാക്സി വണ്ടികളാണ്. നഫൽക്ക തുടങ്ങല്ലേ നമുക്കെന്നാ? അതെ, ഒക്കെ സുഖമായിട്ട് പ്രാവശ്യം ഒരുപാട് 10-26 ടാക്സി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഇത്രയും ടാക്സി വണ്ടികളുള്ള ഷോറൂം നിങ്ങൾ തന്നെ ഉള്ളൂ. കണ്ടമാനം ടാക്സി. ഈ ടാക്സി ആയതുകൊണ്ട് ഒരുപാട് ഓടിയ വണ്ടികളൊക്കെയാണോ? ഇല്ലല്ലോ, ഒക്കെ കുറഞ്ഞ കിലോമീറ്റർ, നല്ല പുതിയ പുതിയ വണ്ടികൾ കാണിക്കുമ്പോൾ മനസ്സിലാവും. വളരെ കുറവിൽ തന്നെയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുള്ള് കേട്ടില്ലേ? എല്ലാം വിറ്റു, എല്ലാം പോയില്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുറെ വണ്ടികളുണ്ട്. നമുക്ക് എന്തായാലും ഇതുമെന്ന് തുടങ്ങാം. നമ്മുടെ ബലേനോ ആണല്ലേ? ഇത് 2023 ഡിസംബർ വണ്ടി. 23 ഡിസംബർ ആയതുകൊണ്ട് തന്നെ CNG ഉണ്ടാവും. CNG ആണ്. ഒരു 30 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടുമോ? ഈസി ആയിട്ട് കിട്ടും അല്ലേ? 82,000 ഓടിയിട്ടുള്ളൂ. അതെ. ഹിസ്റ്ററിയൊക്കെ പക്കയാണോ? ഹിസ്റ്ററിയൊക്കെ പക്ക. 23 82 എന്ന് പറയുമ്പോൾ വലിയൊരു ഓട്ടമൊന്നുമല്ല. 23 ഡിസംബർ ആണ്. അതെ. ഇത് വേരിയന്റ് ഒക്കെ ഏതായിരിക്കും? ഇത് നമ്മള് മിഡിലിന്റെ നേരെ മേലുള്ള വേരിയന്റ്. ഓക്കെ. അപ്പൊ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ? ഇത് നമുക്ക് എന്താ വില? ഇത് ഞാൻ ചോദിക്കണത് 6,60. 6,60,000 രൂപ. ഇത് പുതിയ വില ഉണ്ട്? ഇത് പുതിയ നല്ല വില ഉണ്ട്. ഒരു 9 റുപ്യ 10 റുപ്യ വില. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. മൈലേജിനാണ് മെയിനായിട്ട് പറയുന്നത്. CNG ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. നല്ല മൈലേജ് കിട്ടും. അടുത്തായിട്ട് അടിപൊളി ഒരു ഇത് 2025 ആണ്. ഡിസയർ 25 ആണ്. 62,000 കിലോമീറ്റർ. ഇതും CNG. അടിപൊളി കേട്ടോ. CNG വണ്ടികളൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിക്കൂടെ? പ്രൈവറ്റ് ആക്കാം. അതിന് പക്ഷേ അത് ടാക്സ് ഒക്കെ അടക്കണം അല്ലേ? പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത് 62,000 കിലോമീറ്റർ. 62,000. ഇസ്റ്റൊക്കെ പക്കയല്ലേ? സിംഗിൾ ഒക്കെ പക്ക കമ്പനി. ഊബറിലൊക്കെ ഓടാൻ പറ്റിയ വണ്ടിയാണ്. അതെ. ഇത് അങ്ങോട്ട് നോക്ക്, 25 ഓടേണ്ട ഉണ്ടല്ലോ. അതെ 25 മോഡലാണ് കേട്ടോ. അതാണ് ആലോചിക്കേണ്ടത്. ഇത് നമുക്ക് എന്താ വില? ഇത് ഞാൻ 7,40 ചോദിക്കുന്നു. 7,40,000 രൂപയ്ക്ക് 25 മോഡലാണ് നോക്കണം. അതും CNG ഉള്ള പെട്രോൾ വണ്ടി അല്ലേ? ഇതാണെങ്കിലോ? ഇത് 2018 ഡീസലാ? ഡീസൽ വണ്ടി. 18 ഒറിജിനൽ ഷേപ്പ് വരുന്ന ഡീസൽ വണ്ടി. കിലോമീറ്റർ 1,56. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? അത് ജനുവിനാ. 1,56. 1,56 ജനുവിനാണോ? ജനുവിനാണ് അല്ലേ? ഇത് നമുക്ക് എന്താ വില? ഇതിന് ഞാൻ 5,90 ചോദിക്കുന്നു. 5,90,000 രൂപയ്ക്ക് നല്ല നീറ്റ് വണ്ടിയാണ്. അതും 2018 ആണ്. നിങ്ങൾ ആലോചിക്കണം, 18 വണ്ടിക്കാണ് 5,90 ചോദിക്കുന്നത് അല്ലേ? ഇതാണെങ്കിലോ? ഇത് വാഗനാർ ആണ്. 2024 കണ്ടേ? 24 ലാസ്റ്റ് വണ്ടിയാ CNG വാഗനാർ. അതെ, 24 4 മാസം ഇറങ്ങിയ വണ്ടിയാണ്. ഇത് കിലോമീറ്റർ ഒക്കെ? ഇത് കിലോമീറ്റർ ഒക്കെ ഒന്നിന്റെ താഴെ. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, ക്ലീൻ പീസ് വണ്ടി. വിലയോ? 5,35. ആയിക്കണം. 24 വണ്ടിക്കാണ് 5,35 ചോദിക്കുന്നത് ലാസ്റ്റ് വണ്ടി. അതെ. അതുപോലെ തന്നെ ഇന്നോവ ആണെങ്കിലോ? ഇത് 2013 ഒറിജിനൽ കേരള വണ്ടി. 13 ഒറിജിനൽ കേരള. ഡീസലാണ്. അത്യാവശ്യം 7 സീറ്റ്. അതെ. ഗ്രില്ലൊക്കെ ഒന്ന് മാറി ചെയ്തിട്ടുണ്ട്. ഒക്കെ അടിപൊളിയായി. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. നീറ്റ് വണ്ടി. ഇതിപ്പോ എന്താ വില? ഇത് ഞാൻ ചോദിക്കുന്നത് 7 രൂപ. 7 ലക്ഷം രൂപ. ആലോചിക്കണം, ഒറിജിനൽ കേരള വണ്ടി. ഒരു റീപ്ലേസ് ഒക്കെ ആവില്ല. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. ഇതിപ്പോ ടാക്സി ആവില്ല. പ്രൈവറ്റ് ആക്കണമെങ്കിൽ വലിയൊരു പൈസ ഒന്നും ആവില്ല. ചെറിയ പൈസ. 7 സീറ്റ്. മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് വണ്ടിയാണ്.
ഇതാണെങ്കിലും ക്രിസ്റ്റ ഇത് 2017 17 ഒറിജിനൽ കേരള വണ്ടി. ഓ 17 ഒറിജിനൽ കേരളയാണ്. 7 സീറ്റ്. 7 സീറ്റ് ആണല്ലേ? ഇത് ക്രിസ്റ്റയിൽ എനിക്ക് തോന്നുന്നു G4 ആയിരിക്കും. G4 മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 2 സംതിങ് ഉണ്ട്. 2 സംതിങ് ഉണ്ട്. ഹിസ്റ്ററി ഒക്കെ പക്കയിലേക്കാ? ഓക്കെ, ഹിസ്റ്ററി പക്ക സർവീസ്. എന്തൊക്കെ പറഞ്ഞാലും 17 പിന്നെ സിംഗിൾ ഓണർ, അതും ഗ്രില്ലൊക്കെ മാറി ചെയ്താണ് അല്ലേ? മേജർ ഒന്നുമില്ല. വിലയോ? ഇത് 1290. 1290. കേരള വണ്ടിയാണെന്ന് ആലോചിക്കണം. ഒറിജിനൽ കേരള വണ്ടി. അതെ, 1290 വരുന്നത്. എർട്ടിക്ക ആണെങ്കിലോ? എർട്ടിക്ക 2018. 18 ആണ്. ഇത് ഡീസലോ പെട്രോളോ? ഡീസലാ അല്ലേ? കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 150. 150. അടിപൊളി. രണ്ടാമത്തെ ഓണർഷിപ്പ് ആട്ടോ. അതെ അല്ലേ? ഇത് പ്രൈവറ്റ് വണ്ടി ടാക്സി ആക്കിയതാണ്. ഇനി വേണേ തിരിച്ച് പ്രൈവറ്റ് ആക്കാം. പ്രൈവറ്റ് ആക്കാം. 6 മാസം ആയിട്ടുള്ളൂ ടാക്സി ആക്കിയിട്ട് അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ വില? ഇതിന് 840. 840. ഈ സാധനം ഇപ്പൊ കിട്ടാനും ഇല്ലല്ലോ അല്ലേ? അതാണ് 18 മോഡലാണ്. അതും ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ്. ആൾക്കാർ വേണേ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇവിടെ ഇന്നോവ എടുക്കണ്ടല്ലോ. ഇതേതാ? ഇത് 2019. 19 മോഡല് സെയിം എർട്ടിക്ക അല്ലേ? ഇത് കിലോമീറ്ററോ? ഇത് 165. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഒന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. മെയിനായിട്ട് പറയുന്നത് വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ്. ഇത് നമുക്ക് എന്തൊക്കെ വില? ഇത് നമുക്ക് 8.45. 8,70,000 രൂപ. അതുപോലെ തന്നെ വെള്ള ഇന്നോവ ആണെങ്കിൽ ഇത് ഇന്നോവ 2016. 16 ആണ്. നല്ല അലോവിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, റീവണ്ടി കേട്ടോ. റീ ആയതാ അല്ലേ? പിന്നെ നിലവിൽ ടാക്സി ആണ്. എന്തെങ്കിലും അപാകതകൾ? ഒന്നുമില്ല. രണ്ടാമത്തെ ഓണർഷിപ്പ്, 2ന്റെ താഴെ ഓട്ടം. അത്ര ഓടിയുള്ളൂ. ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിനാ. എന്തൊക്കെ വില? ഹിസ്റ്ററികളെ ഇതിന് 7.45. 7,70,000 രൂപയ്ക്ക് 2016 വണ്ടി. 16 വണ്ടി. ഓക്കെ, അത് നല്ല നീറ്റ് വണ്ടി അല്ലേ? ഒരു വണ്ടി ഇത് ഒറിജിനൽ കേരള വണ്ടി 2013. 13 ആണ്. ഒറിജിനൽ കേരള അല്ലേ? കിലോമീറ്റർ ഒക്കെയോ? ഇത് കിലോമീറ്റർ ഒക്കെ ഇത് 2.5. 2.5. അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വണ്ടി. എന്ത് കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് വേണമെങ്കിലും അയച്ചു കൊടുക്കാം അല്ലേ? 690 കൊടുക്കാം. 13 ഒറിജിനൽ കേരള. 8 സീറ്റ്. അടിപൊളി. 13 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ് 690 വരുന്നത്. അപ്പോൾ ഇപ്പൊ കാണിച്ച ഇത്രയും വണ്ടികളിൽ ഏത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. വേറെ കുറച്ച് വണ്ടികളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു ലോഡ്ജാണ്. 2016 വളരെ വളരെ വില കുറച്ചൊരു വണ്ടി. അതെ, വളരെ കുറവില്. അതും 7 സീറ്റ് ആണ്. 7 സീറ്റ് വണ്ടി ചെറിയ പൈസക്ക്. മോഡൽ ഏതാ? 2016. 16 മോഡലാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 146. നല്ല അടിപൊളി ഇന്റീരിയർ നല്ല വണ്ടി. സംഭവം ഇത് റെനോൾട്ട് ആയതുകൊണ്ട് മാത്രം വില കുറഞ്ഞു പോയതല്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ പുതിയ ഇറങ്ങുമ്പോ പെരുമ്പല്ലേ? അതെ, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇതിന് ഞാൻ ചോദിക്കുന്നത് 3.15. 3.25 ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു ടാക്സി വണ്ടി എടുക്കാം. അതും പേപ്പറൊക്കെ ഫിറ്റ് ആയിട്ടുള്ള പേപ്പറൊക്കെ ഫുള്ളാ. ധൈര്യം ഓടിച്ചാൽ മതി. ധൈര്യം കൊണ്ടുപോയിട്ട് പേർക്ക് മാറ്റാ ഓടുക. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് 2017 വണ്ടിയാ. 17 ആണ്. ഇത് കിലോമീറ്റർ ഒക്കെയോ? ഇത് കിലോമീറ്റർ ഒക്കെ 2ന്റെ താഴെ. ഇത് റീ ആണോ? റീ ആണ്. റീ ആയതാണ്. എന്തൊക്കെ വില? ഇത് 5,400 രൂപ. 5,20,000 രൂപ. 5,20,000 17 വണ്ടി കൊടുക്കാം. അതും റീ ആണ്. മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ കിടക്കുന്ന സ്വിഫ്റ്റ് 2023 CNG ആണ്. ഇത് സെയിൽ ആയതല്ലേ? ഇത് ഓക്കെ. അതുപോലെ ഇത് 23 CNG. 23 CNG. ഡിസയർ ആണ്. ഡിസയർ 23 ഡിസംബർ വണ്ടി. ഡിസംബർ വണ്ടി. ഇത് LX VXO? ഇത് VXI അല്ലേ? ഈ പറഞ്ഞ തന്നെ 30 അടുത്ത് മൈലേജ് കിട്ടും. 30 അടുത്ത് മൈലേജ് ഉണ്ടാവും. അത് 1ന്റെ താഴെ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ശരി, നമുക്ക് എന്താ വില? ഇതിന് ഞാൻ 6.25 രൂപ. 6,70,000 രൂപ. CNG ആണ്. 2023 വണ്ടിയാണെന്ന് അറിയിക്കണം. 6,70,000. പിന്നെ നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റിയ ഒരു ടെസ്റ്റർ. ഇത് മാനുവൽ അല്ല, സോറി പ്രൈവറ്റ് അല്ലേ? പ്രൈവറ്റ് ഡസ്റ്റർ. ഡസ്റ്റർ മോഡല് 2014-15 വണ്ടി. 14-15 വണ്ടി. എന്തൊക്കെ വില? 3.10. 2014-15 ലോണും കയറും അല്ലേ? ഫുൾ ലോൺ 85. കിലോമീറ്ററോ? കിലോമീറ്റർ 1.36. ഓണർഷിപ്പ് 3. ശരി, ഫോട്ടോസ് ഒക്കെ അയച്ചു ഓഫറിലാ കൊടുക്കുന്നത്. അതാണ് അത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ടാക്സി വണ്ടികൾ വേണമെങ്കിൽ ഇപ്രാവശ്യം ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട് അങ്ങേ ഭാഗത്ത്. ഇനി ഇതാണെങ്കിലോ? WRV. ഇത് WRV 2018 വണ്ടിയാ. 18 ആണ്. 17-18 വണ്ടി. ഡീസലോ പെട്രോളോ? ഡീസൽ. നല്ല മൈലേജ് അല്ലേ? നല്ല മൈലേജ്. സിംഗിൾ ഓണർ. 25+ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതെ, സിംഗിൾ ഓണർ ആണ്. നമുക്ക് 82,000 ഓട്ടം. ഇതിന് 6.35. 6,35,000 രൂപ. അതെ, അതും 2018 സിംഗിൾ ഓണർ, ലോ കിലോമീറ്റർ എന്ന് തന്നെ വേണേ പറയാം അല്ലേ? ഇതാണെങ്കിലോ? ഇത് 2022 വണ്ടിയാ. 22 ആണ്. ഇത് പ്രൈവറ്റ് അല്ലേ? പ്രൈവറ്റ്. അടിപൊളി. ഫാൻസി നമ്പർ.
മാത്രമല്ല ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഫുള്ള് വേരിന്റെ E+ അല്ലേ? E+. പക്ഷെ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം എല്ലാ ഫീച്ചേഴ്സും അലോവിയില് പുതിയ 4 ടയർ, മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. LCD റിവേഴ്സ് ക്യാമറ ഒക്കെ എല്ലാം, അതായത് ഒരുവിധം വേണ്ടുന്ന എല്ലാ സാധനവും ഉണ്ട്. എല്ലാം ഉണ്ട്. അടിപൊളി. പക്ഷെ വില കുറച്ച് കൊടുക്കുമെങ്കിൽ ഇത് വില വളരെ കുറവല്ലോ വയ്ക്കണേ. ഡീസൽ അല്ലേ ഇത്? ഡീസൽ ഞാൻ 10,60. 10,60,000 രൂപയ്ക്ക് 2022 വണ്ടി അല്ലേ? അതും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. മേജർ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2016 സിയാസ്. 16 സിയാസ് ഹൈബ്രിഡ്, കിലോമീറ്ററോ? സിംഗിൾ ഓണർ, 1.27 കിലോമീറ്റർ ഓട്ടം. ഡീസൽ അല്ലേ? ഡീസൽ 1.27 ഓടിയിട്ടുള്ളൂ. മാത്രമല്ല ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ട് ഉള്ള നല്ല വണ്ടി, അടിപൊളി വണ്ടി അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് സിയാസ് ഉണ്ടായി, അതൊക്കെ അപ്പൊക്കെ പോയില്ലേ? അതെ, അതിലും ബെറ്റർ. ഇത് സിംഗിൾ ഓണർ, അത് സ്പോർട്സ് ആയിരുന്നില്ലേ? ഇതും അതേമാതിരി തന്നെ. അതെ അല്ലേ? എന്നാലും മോശമൊന്നുമില്ല. വില 5.5. 5,50,000 രൂപയ്ക്ക് 2016 മോഡല്, അതും ഹൈബ്രിഡ് വണ്ടിയാണ്. അവിടെ ഒരു ഡിസൈർ എടുക്കണ്ടല്ലോ? ഡിസൈർ ഉണ്ട്, നമുക്ക് കുറഞ്ഞ ഓഫർ റേറ്റിലാണ് കൊടുക്കാൻ പോകുന്നത്. മോഡല് ഇത് 2014-15 വണ്ടിയാ. 14-15. അത് ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ ഓഫർ റേറ്റിനാണ് കൊടുക്കാൻ പോകുന്നത്. ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറി വന്ന വണ്ടി, നല്ല വണ്ടി. ഇത് പ്രൈവറ്റ് അല്ലേ? പ്രൈവറ്റ്. ശരി. 14-15 കിലോമീറ്ററോ? ഇത് 1.5. എന്തൊക്കെ വില? ഞാൻ ഇത് ചോദിക്കാം 3.60. 3.60 2014-15 വണ്ടി, ഡീസൽ അല്ലേ? ഡീസൽ, അത് നല്ല ക്വാളിറ്റി വണ്ടി. ഈ 2014 റീ ഇന്നോവ. 14 റീ ആണ്, പ്രൈവറ്റ് ആണ് ഇന്നോവ. ശരി. ഏതാ മോഡല്? 2014. കിലോമീറ്ററോ? കിലോമീറ്റർ 2ന്റെ താഴെ. അപാകതയൊന്നുമില്ലല്ലോ അല്ലേ? ഒരു അപാകതയില്ല. ശരി. ഇത് നമുക്ക് എന്താ വില? ഇത് 6.60. 6,60,000 രൂപ. നല്ല നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. ഇനി ഇതാണെങ്കിലോ? ഇത് 2015 വണ്ടി. 15 ആണ്. കൊള്ളാം, നല്ല വൃത്തിയുണ്ട് അല്ലേ? ഇതും റീ തന്നെയാ? ഇത് റീ വണ്ടി, പേപ്പറൊക്കെ ആയതാണ്. നല്ല വണ്ടി, ഫുള്ള് അതെ ക്ലീൻ പീസ് വണ്ടി. ശരി. G4 ആണ്. എന്താ വില? 790. 7,90,000 രൂപയ്ക്ക് 2015 മോഡലാണ് അറിയുന്നത് അല്ലേ? അതുപോലെ തന്നെ ഒരു ഇത് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരളയാണ്. 2012 ഒറിജിനൽ കേരള. അടിപൊളി. കിലോമീറ്ററോ? കിലോമീറ്റർ 2ന്റെ താഴെ. എന്തൊക്കെ വില? ഇതിന് ഞാൻ 6.40. 6.40 2012 ഒറിജിനൽ കേരള വണ്ടി. അപ്പൊ നേരത്തെ ഞാൻ ടാക്സി പറഞ്ഞുകൊണ്ടിരുന്നോണ്ടാണ് അത് കാണിക്കാണ്ടിരുന്നത്. അപ്പൊ എന്തായാലും പ്രൈവറ്റ് വണ്ടികളാണെങ്കിലും ഇവിടെ ഇത്ര എണ്ണം ഇപ്പൊ നിലവിലുണ്ട് അല്ലേ? വളരെ വില തീല കൊടുക്കുന്നത്. മാക്സിമം വില കൊടുക്കും, പൊട്ടിച്ചു കൊടുക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 3-4 വണ്ടി കൂടി. ഇത് 2014 ഹോണ്ട അമേസ്. ഡീസലാ? ഡീസൽ 14 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലാണ്, നല്ല മൈലേജ് കിട്ടും അല്ലേ? ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1ന്റെ താഴെ. ഓടിക്കുള്ളൂ. അടിപൊളി. അത് നല്ല നീറ്റ് വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഞാൻ 3.40. 3,40,000 രൂപ. അത് ഡീസലാണ്, നല്ല മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടി. 14 വണ്ടി. 3.40 നമുക്ക് എടുത്തോണ്ട് പോകാം. 14 മോഡല്. അതുപോലെ തന്നെ ഈ വാഗണറാണെങ്കിലോ? ഇത് 2019 ഓട്ടോമാറ്റിക് VXI. 19 VXI ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. പ്രൈവറ്റ് ആട്ടോ? പ്രൈവറ്റ്. 1ന്റെ താഴെ ഓട്ടം. 1-ന് താഴെ ഓടിക്കുള്ളൂ. ഓട്ടോമാറ്റിക് ആട്ടോ? അതെ. AMT വരുന്ന അല്ലേ? അപാകതയൊന്നുമില്ലല്ലോ? ഒരു അപാകതയില്ല. വിലയോ? വില 5.4. 5,25,000 രൂപയ്ക്ക് 2019 VXI. അതെ. നെഗോഷ്യബിൾ ആണ്, ഒരു അപാകതയില്ല. അടിപൊളി. അതുപോലെ തന്നെ നല്ല അടിപൊളി. ഇത് 2018 ആണ്. VXI ഓട്ടോമാറ്റിക്. കിലോമീറ്ററോ? ഒക്കെ 1ന്റെ താഴെ. ഏതാ? 1ന്റെ താഴെ ഓടിക്കുള്ളൂ. അതായത് പിന്നെ VXI ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ആണ്, നല്ല മൈലേജ് കിട്ടും. അതെ. എന്താ വില? ഇത് 5.4. 5.4. 2019 വണ്ടി. 18 ഓട്ടോമാറ്റിക്. 2018 വണ്ടിയാണ് നിങ്ങൾക്ക് 5.4 വരുന്നത്. അത് നെഗോഷ്യബിൾ ആണല്ലേ? ഇത് 2018 ZDI പ്ലസ് ഡീസൽ വണ്ടി. ZDI പ്ലസ് ഉണ്ട്. ZDI അല്ലേ ഉള്ളൂ? ഇല്ല, ZDI പ്ലസ് ഉണ്ട്. അപ്പൊ ഹെഡ്ലൈറ്റ് ഉണ്ടാവില്ല? ഹെഡ്ലൈറ്റ് അതിൽ വരുന്നില്ലല്ലോ. പ്ലസിൽ വരുന്നില്ല. ഇത് ഈ അല്ല 18 വരുന്നില്ലല്ലോ. എന്താ അറിയില്ല, എന്തായാലും നോക്കിയാൽ 18 വന്നാ അറിയില്ല. ZDI പ്ലസ് ആണ്, ബട്ടൺ ഷാർട്ട് ആണ്. ബട്ടൺ ഷാർട്ട് ഉണ്ട്. പിന്നെ അപാകത എന്തെങ്കിലും? ഒരു അപാകതയില്ല. അപാകതയൊന്നുമില്ല. ഇത് ZDI ഉള്ളൂ. ഇത് ബട്ടൺ ഷാർട്ട്. ബട്ടൺ ഷാർട്ട് ഉണ്ടല്ലോ, പക്ഷെ കീല സെൻട്രി കാണുന്നില്ലല്ലോ. അല്ലേ ഞാൻ പറഞ്ഞത്, ബട്ടൺ ഷാർട്ട്. പക്ഷെ കീല സെൻട്രി കാണുന്നില്ലല്ലോ. ഇല്ല, എന്തൊക്കെയോ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, അത് നിങ്ങൾ നോക്കിയെടുത്തു. ബട്ടൺ ഷാർട്ട് ഇല്ല. ബട്ടൺ ഷാർട്ട് അത് കണ്ട്. അതാ ചോദിച്ചത്. അതിനകത്ത് കീല സെൻട്രിന്റെ ഓപ്ഷൻ കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചത്. പിന്നെ നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യാൻ എന്തായാലും ZDI ആണല്ലേ? ZDI പ്ലസ്. ഓക്കെ. മോഡൽ 2018. അത് ഡീസലിന് നല്ല മൈലേജ്. ഇത് നമുക്ക് എന്താ വില? ഞാൻ ഇത് ചോദിക്കുന്നത് 5.50. 5,80,000 രൂപ. അപ്പോ റേറ്റ് എന്തെങ്കിലും കുറയാണ്ടാവോ? അങ്ങനെ കുറയാണ്ടോ? കുറച്ച് കൊടുക്കാം. കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ? കിലോമീറ്റർ 1.30. 1.30. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററിയുള്ള വണ്ടിയാ, പക്ക വണ്ടി അല്ലേ? പക്ക ഹിസ്റ്ററിയാ. അതുപോലെ തന്നെ ഇത് 1ന്റെ താഴെ ഓട്ടം.
ഈ എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി അല്ലേ? 2019. 19 അതായത് ഒരു സാധാരണക്കാർക്ക് അടുത്ത് ഉപയോഗിക്കാൻ സാധാരണക്കാർക്ക് 100% ABS എയർ ബാഗ് അങ്ങനത്തെ ഒക്കെ വരുന്ന 2019 19. ഇത് നമുക്ക് പിന്നെ വില എത്ര വരുന്നുണ്ട്? 295. 2,90,000 രൂപ. അത് 2019 അല്ലേ? എന്തെങ്കിലും നെഗോഷ്യബിൾ ആവാനുള്ള നെഗോഷ്യബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഈ കാണിച്ച ഏതെങ്കിലും വണ്ടിയിൽ കൂടുതൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ അയച്ചു കൊടുക്കൂലേ? ധൈര്യമായിട്ട് അയച്ചു. എല്ലാ ഡീറ്റെയിൽസ് ഓക്കെ. അപ്പൊ എന്തായാലും മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ് സ്ഥിതി ചെയ്യുന്നത്. വൈൻഡപ്പ് ചെയ്താലോ നമുക്ക്? അപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മോങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കാർട്ടൂണിലാണ് നമ്മളിപ്പോ നിലവിൽ ഈ വണ്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. മാക്സിമം വില എന്തായാലും ഈ പറഞ്ഞ പോലെ എല്ലാവരും വരുന്നുണ്ട്. എല്ലാവർക്കും മാക്സിമം കുറച്ചിട്ടാ കൊടുത്തു. കഴിഞ്ഞ വീഡിയോസിലുള്ള കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഈ പറഞ്ഞ 10-20 വണ്ടി കാണിച്ചു അല്ലേ? ഇതൊക്കെ പോയില്ലേ? അതെ. പിന്നെ ടാക്സി വണ്ടികളായിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അവസരം വേറെ അടുത്തൊന്നുമില്ല. അതെ, ഇത്രയും ടാക്സി വണ്ടികൾ ഒരുമിച്ച്. അപ്പോൾ എന്നാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും